ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സംഗീതം ഒരു അനുഭൂതിയാണ്. സംഗീതം പഠിക്കാനും അറിയാനും ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ചെറുപ്പകാലത്ത് അതിനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. ഇപ്പം നമുക്ക് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിൽ കോണത്തുകുന്ന് കിഴക്ക് വശം പ്രവർത്തിക്കുന്ന സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന സർഗം എന്ന സംഗീത വിദ്യാലയത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സലീം പള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് സർഗത്തിലേക്ക് ഒന്ന് പോയാൽ, സർഗം എന്ന സംഗീത വിദ്യാലയം നല്ല രീതിയിൽ നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഈ കാര്യം ജനങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നത്. നമുക്കതിനു മുമ്പ്, ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് മാഷിനെ പരിചയപ്പെട്ടാലോ. മാഷേ, നമസ്കാരം. നമസ്കാരം സലീമേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു, നന്നായി പോകുന്നു. ഞാൻ നമ്മളെ ഈ സ്ഥാപനത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മാഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ആദ്യം തന്നെ മാഷിനെ കുറിച്ചൊന്ന് നമ്മളെ നാട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. സർഗം എന്നുള്ള സ്ഥാപനം ഇവിടെ നാട്ടിൽ കോണത്തുകുന്നിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നു. ഈ ഓഗസ്റ്റ് 19 കൂടിയിട്ട് നമ്മളെ 2 വർഷം പൂർത്തിയാകും. പക്ഷേ 2009 മുതൽ സർഗം സ്കൂൾ ഓഫ് മ്യൂസിക് പ്രവർത്തിച്ച് വരുന്നുണ്ട്. മുംബൈയിലായിരുന്നു. കൊറോണ വന്ന സമയം അതിന് ശേഷമാണ് നമ്മൾ നാട്ടിൽ ഈ പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 2 വർഷം ആകാറായിട്ടുണ്ട്. നമ്മുടെ സർഗം എന്ന സംഗീതാലയത്തെക്കുറിച്ച് എനിക്കും നമ്മുടെ നാട്ടുകാർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് മാഷ ഇവിടെ നടക്കുന്ന കോഴ്സുകൾ? ഇവിടെ ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത് കീബോർഡ്, ഗിറ്റാറ്, വയലിൻ, അതുപോലെ ശാസ്ത്രീയ സംഗീതം, പിന്നെ ഡ്രോയിങ്, കൂടാതെ സിനിമാറ്റിക് ഡാൻസ്. ഇതാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നത്. ഇതുകൂടാതെ പാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു സംരംഭം കൂടെ ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും. അത് ആക്ച്വലി അമേച്ചറായിട്ടുള്ള പാട്ടുകാർക്ക്, അത്യാവശ്യം പാടാൻ കഴിവുള്ള പാട്ടുകാർക്ക് ലൈവായിട്ട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാനുള്ള പരിശീലനമാണ്. ഓർക്കസ്ട്രയോട് കൂടിയിട്ട് പെർഫോം ചെയ്യാനുള്ള പരിശീലനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇനി അധികം താമസിയാതെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകളും പതുക്കെ കൂടെ വരും. ഇത് ഉപ്പ് മുളക് പണ്ടേറല്ലേ, ഉപ്പും മുളക് ഇങ്ങനെ പറഞ്ഞിട്ടോ പഠിച്ചതിനെ കൊണ്ട് തിരിക്കാം. എനിക്ക് ശുഭപ്രദ സുമനോരഥമാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ഇപ്പൊ പാടാമെന്നേ മനസ്സിലാവില്ല. അപ്പൊ താളത്തിൽ ഞാൻ പാടിക്കൊടുക്കും. പഠിച്ച് നമ്മൾ ഫ്രീ ആയ ശേഷം മാഷ, വയലിനും ഗിറ്റാറും അത്യാവശ്യം പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് എത്ര സമയം പിടിക്കും? വളരെ നല്ലൊരു ചോദ്യമാണ് കേട്ടോ സലീം ചോദിച്ചത്. സത്യത്തിൽ ഇത് പെട്ടെന്നൊരു സമയ പീരീഡ് ഒരു ആൾക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഏവറേജ് എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ വായിക്കാനായിട്ട് 1 വർഷം മുതൽ 1.5 വർഷം വരെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് സാധിക്കും. ചില കുട്ടികൾ മിടുക്കന്മാരുണ്ടാവും. അവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുട്ടികളാവുമ്പോൾ കുറച്ചും കൂടിയും നേരത്തെ അവർ പ്രിപ്പയർ ആവും.
അല്ലാത്ത കുട്ടികൾ കുറച്ച് കാലതാമസം ഉണ്ടാവും. എന്നാലും ഏവറേജ് ഒരു 1.5 വർഷത്തോണ്ടൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ വായിക്കാനുള്ള അറിവും പ്രാവീണ്യം കിട്ടും. One, two, three, four. മാഷ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരു ഹോബിക്ക് വേണ്ടി പഠിക്കുന്നതാണോ അതോ ഇതൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ കോഴ്സാണോ? പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ട്രിനിറ്റി ബേസിലുള്ള എക്സാമിനേഷൻസ് പരീക്ഷകളുണ്ട്. അത് കീബോർഡിലും ഗിറ്റാറിലും വയലിനിലും. വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നവർക്ക് ട്രിനിറ്റി ഗിൽഡ് ഹാൾ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കലും തിയറി എക്സാം എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അതിന് കേപ്പബിളായിട്ടുള്ള കുട്ടികളെ നമ്മൾ എല്ലാ വർഷവും അവരെ പരീക്ഷയ്ക്ക് ഇരുത്തും. അപ്പോൾ അവർക്ക് ട്രിനിറ്റിയുടെ UK, അതായത് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് മ്യൂസിക്കിൻ്റെ ട്രിനിറ്റി. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഒക്കെ കിട്ടും. അതവർക്ക് അവരുടെ സംഗീത യാത്രയിൽ ഫ്യൂച്ചറിൽ അവർക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും. മാഷെ, സർഗത്തിനെ കുറിച്ച് മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി മാഷിൻ്റെ സംഗീതത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ഒരു 2 വാക്കൊന്ന് മാഷൊന്ന് പറഞ്ഞു തന്നെ. സലീം തുടക്കം പറഞ്ഞ പോലെ നമ്മുടെ ചെറുപ്പത്തിലെ ഇതിനെക്കുറിച്ച് പഠിക്കാനോ അറിയുവാനോ ഉള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. നമ്മുടെ ജീവിത പ്രാരാബ്ധമായിട്ട് നമ്മൾ മുംബൈയിൽ എത്തിപ്പെട്ട് അവിടെ നിന്നാണ് നമ്മളുടെ എൻ്റെ സംഗീത പഠനം തുടങ്ങിയത്. കീബോർഡ് പഠിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഒരു 30 വർഷത്തോളം ഞാൻ മുംബൈയിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായിട്ട് വെറും 4 വർഷമേ ആയിട്ടുള്ളൂ. ഈ 30 വർഷത്തിനിടയ്ക്ക് അവിടെ മുംബൈയിൽ നിന്നും സംഗീതം, വെസ്റ്റേൺ മ്യൂസിക്, കീബോർഡ് പഠിച്ചു. അതിനുശേഷം അവിടെ അറിയപ്പെടുന്ന 2-3 സ്കൂളുകളിൽ സംഗീത അധ്യാപകനായിട്ട് ജോലി ചെയ്തു. 2019 കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രഗത്ഭനായിട്ടുള്ള പ്ലേബാക്ക് സിംഗർ നമ്മുടെ KG മാർക്കോസിനോടൊപ്പം 1-2 വേദികൾ പങ്കിടാനായിട്ട് സാധിച്ചു സർഗത്തിനോടൊപ്പം. പിന്നെ അതുകൂടാതെ പിന്നണി ഗായകരായിട്ടുള്ള അഭിജിത്ത് കൊല്ലം, ഹരിശ്രീ ജയരാജ്, പിന്നെ നമ്മുടെ നാടൻ പാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൊടുങ്ങല്ലൂർ അമ്മനെ പറ്റിയിട്ടുള്ള പാട്ട് കരിങ്കാളിയല്ലേ, അത് പാടിയ അനൂപ് പുതിയടത്ത്, അദ്ദേഹത്തിനോടൊപ്പം ഒരു വേദി പങ്കിടാൻ പറ്റി. കൂടാതെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം പ്രീതി വാര്യർ, അതുപോലുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളൊപ്പം പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. ഇപ്പോഴും പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. കൂടാതെ നമ്മുടെ ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ എന്നീ പ്രശസ്തരായിട്ടുള്ള പ്ലേബാക്ക് സിംഗേഴ്സിന് വേണ്ടി വരികൾ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇനി തുടർന്നുള്ള മുമ്പോട്ടുള്ള സംഗീതയാത്രയിൽ
നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒപ്പം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാഷ, ഇത് എത്ര വയസ്സ് തുടങ്ങി ഉള്ള ആളുകൾക്കാണ് ഈ സംഗീതം നിങ്ങളിവിടെ പഠിപ്പിക്കുന്നത്? അത് വോക്കൽ, അതായത് ശാസ്ത്രീയ സംഗീതം ഒക്കെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 3.5-4 വയസ്സൊക്കെ മുതൽ പഠിക്കാനായിട്ട് സാധിക്കും. ഈ കീബോർഡ്, ഗിറ്റാർ, വയലിൻ ഇൻസ്ട്രുമെൻറ്റ്സ് എൻ്റെ സ്റ്റഡി എന്ന് പറയുമ്പോൾ അത് ഒരു 6 വയസ്സൊക്കെ മിനിമം വേണം, എന്നാലാണ് ആ ഇൻസ്ട്രുമെൻ്റ് ഹോൾഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രായം ആവുള്ളൂ. പിന്നെ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ലാംഗ്വേജ് പഠിക്കണം എങ്കിൽ ചുരുങ്ങിയത് ആ ഒരു പ്രായം വേണ്ടി വരും. മാഷ, സംഗീതം പഠിക്കാനായിട്ട് പ്രായം ഒരു തടസ്സമാണോ? എനിക്കൊക്കെ സംഗീതം പഠിക്കാൻ പറ്റുമോ? സലീമേ, സംഗീത പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഗീത പഠനം തുടങ്ങാം. അത് പ്രായം ഒരു തടസ്സമല്ല. ശരിക്കും പറഞ്ഞാൽ സംഗീതം പഠിക്കാനുള്ള ഒരു മനസ്സും അത് പരിശീലിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ തന്നെ 60 വയസ്സിന് മേലെയുള്ള സംഗീത വിദ്യാർത്ഥികളുണ്ട്, 6 വയസ്സുള്ള വിദ്യാർത്ഥിയുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രായം ഒരു വിഷയമല്ല. മാഷ, ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ വിഷയത്തിനും ഫീസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് മാഷൊന്ന് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അത് പറയുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സലീമേ. കാരണം ഇതിവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ നാട്ടുകാർക്കും മുഴുവനും ഇന്നല്ലെങ്കിൽ നാളെ അറിയപ്പെടേണ്ടതാണല്ലോ. അതുകൊണ്ട് പറയുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ വാങ്ങിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻസിന്, അതായത് കീബോർഡ്, ഗിറ്റാർ, വയലിൻ പ്രതിമാസം 600 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പിന്നെ ശാസ്ത്രീയ സംഗീതം മുതിർന്നവരുടെ ബാച്ച് മാസം 500 രൂപയും, അതുപോലെ ഡ്രോയിങ്ങിന് മാസം 400 രൂപയും, സിനിമാറ്റിക് ഡാൻസിന് 500 രൂപയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്യുന്നത്. തുടങ്ങിയ സമയം മുതൽ ഈ ഒരു ഫീസാണ് വെച്ചിരിക്കുന്നത്. ഇനി വരും വർഷങ്ങളിൽ ഒരുപക്ഷെ അല്പം കൂടിയേക്കാം. മാഷ, ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സംഗീതവുമായി ബന്ധപ്പെട്ട് മാഷിന് നമ്മളെ നാട്ടുകാരോട് എന്താണ് മെസ്സേജ് കൊടുക്കാനുള്ളത്? അതൊന്ന് വിവരിക്കുമോ? സംഗീതം ഒരു സുഖമുള്ള അനുഭവമാണ്. അത് അടുത്തറിയുന്നവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാം. സംഗീതത്തിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് പാട്ടായാലും ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും എന്തായാലും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സുകൾ ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിലൊരു റിലാക്സ്, അതിന് പറ്റിയ ഏറ്റവും നല്ല ഉപാധിയാണ് സംഗീതം. സംഗീതം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പറ്റാവുന്നവർ സംഗീതത്തെ അറിയാനും പഠിക്കുവാനും ശ്രമിക്കണം. സംഗീതത്തോട് ഒപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം. ഇതാണ് എനിക്ക് എല്ലാവരോടുമായി പറയാനുള്ളത്.